ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ പ്ലസ് വൺ സേ ആൻഡ് ഇംപ്രൂവ് എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത് PYQസിലേക്കാണ്. അതായത് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു എക്സാമിനെ നേരിടുമ്പോൾ അത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും യൂണിവേഴ്സിറ്റി എക്സാംസ് ആയാലും പബ്ലിക് എക്സാംസ് ആയാലും ഒക്കെ നമ്മൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യേണ്ടത്. എല്ലാതും പഠിക്കുക എന്നുള്ളതല്ല, വരാൻ സാധ്യതയുള്ള ഏരിയാസിനെ പഠിച്ചിട്ട് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ടൈമും അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമുക്ക് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ്സേക്ക് വരാൻ സാധ്യതയുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യനും അതിന്റെ ആ എസ്സേ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് ആൻസർ സഹിതമാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷിലാണ് ഞാൻ സ്ലൈഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ മലയാള മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾ പോയിന്റ് മലയാളത്തിൽ എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതെന്താക്കാം, ഹെൽപ്ഫുൾ ആക്കി മാറ്റാം. ഓക്കെ, അധികം വളച്ചുകെട്ടലൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ 31ാമത്തെ ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആകെ 16 മാർക്കാണ് ടോട്ടൽ അതിനുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക. കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അങ്ങനെ അതായത് 2 എസ്സേ ക്വസ്റ്റിന് 16 മാർക്ക്, ഒരു എസ്സേ ക്വസ്റ്റിന് 8 മാർക്ക്, രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റിന് 8 മാർക്ക്, അങ്ങനെ എസ്സേ ക്വസ്റ്റിന് മൊത്തമായിട്ട് 16 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിൽ ഈ ഒറ്റ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. പോവേർട്ടി, ഇന്ത്യൻ പോവേർട്ടിയുടെ റീസൺസ് എന്താണ് എന്നുള്ളതും അതിന്റെ പോവേർട്ടി അലീവിയേഷൻ പ്രോഗ്രാമിനെ കുറിച്ചുമാണ്, കേരളത്തിലെ പോവേർട്ടി അലീവിയേഷനെ കുറിച്ചുള്ള ഒരു കുറിപ്പുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് കൊടുക്കാൻ മറക്കരുത്, ആദ്യം നിങ്ങൾ ഹെഡിങ് കൊടുക്കാനായിട്ട് മറക്കരുത്. പോവേർട്ടി എന്ന് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ പോവേർട്ടി ആൻഡ് ഇറ്റ്സ് മേജർ റീസൺസ് എന്ന് കൊടുക്കാം. പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻ കേരള എന്നും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്താണോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു ഹെഡിങ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റണം. എസ് എഴുതുമ്പോൾ ഹെഡിങ് നിങ്ങൾ മറക്കരുത്. ഹെഡിങ് മസ്റ്റ് ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഹെഡിങ് നമ്മൾ ഫസ്റ്റ് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പോവേർട്ടിയുടെ റീസൺ എന്താണ്, പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള കാരണങ്ങളുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അപ്പൊ നമ്മള് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് പോവേർട്ടി, ആ പോവേർട്ടിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഇൻട്രോ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, പോവേർട്ടി is the state of being unable to meet basic needs such as food, shelter and medical care due to lack of financial resources. കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബേസിക് നീഡ്സ്, നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ആവാം, ഷെൽട്ടർ ആവാം, മെഡിക്കൽ ഫെസിലിറ്റീസ് ആവാം, ഇതൊന്നും നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത, ആബിൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയെയാണ് പോവേർട്ടി ആയിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഫിനാൻഷ്യൽ റീസൺസ്, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ നമുക്ക് ബേസിക് നീഡ്സ്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ സാധൂകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ നമുക്ക് ദാരിദ്ര്യമായിട്ട്, പോവേർട്ടി ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ഇഷ്യൂ. ഇതിപ്പോ ഇന്ന സ്ഥലത്ത് മാത്രമുള്ള ഇഷ്യൂ അല്ല, അല്ലെ, മൾട്ടി ഡയമെൻഷണൽ ആണ്. പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് സംഭവിക്കാം. എല്ലായിടത്തും ദാരിദ്ര്യമുണ്ട്, കുറഞ്ഞതും ഏറ്റക്കുറച്ചിലുകൾ കാണാമെന്നല്ലാണ്ട് ഇന്ന സ്ഥലത്ത് മാത്രമെന്നോ ഇന്ന പെർട്ടിക്കുലർ റീസൺ കൊണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മൾട്ടി ഡയമെൻഷണൽ ഇഷ്യൂ ആണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പോവർട്ടി സംഭവിക്കാം. ഒന്നെന്താണ്, ലോ ഇൻകം, വരുമാനം കുറവുണ്ട്. ബട്ട് ഓൾസോ എ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാവാം. ക്ലീൻ വാട്ടർ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. സാനിറ്റേഷൻ അവൈലബിൾ അല്ല, സാനിറ്റേഷൻ ഇല്ലാത്ത ഒരാളെ നമുക്ക് പോവേർട്ടി അനുഭവിക്കുന്നവരായിട്ട് കണക്കാക്കാം. ക്ലീൻ വാട്ടർ കിട്ടാത്ത ഒരാളെ നമുക്ക് പോവേർട്ടി അനുഭവിക്കുന്നതായിട്ട് കണക്കാക്കാം. എഡ്യൂക്കേഷൻ കിട്ടാത്ത, പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാത്ത, ഒരു ബേസിക് എലമെന്ററി എഡ്യൂക്കേഷൻ പോലും കിട്ടാത്ത ആളെ നമുക്ക് ദാരിദ്ര്യരായിട്ട് കണക്കാക്കാം. അത്തരത്തില് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും, ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാത്ത, അവസരങ്ങൾ കിട്ടാത്ത ആളുകളെ നമുക്ക് പോവേർട്ടി അനുഭവിക്കുന്നവരായിട്ട് കണക്കാക്കാം. അപ്പൊ ഇത് മൾട്ടി ഡയമെൻഷണൽ ഇഷ്യൂ ആണ്. ഇന്നതുകൊണ്ട് ഫുഡ് ഇല്ലേ എങ്കിൽ നിങ്ങൾ പോവേർട്ടി അനുഭവിക്കുന്നവരാണ്. ബാക്കി എല്ലാവരും, ഫുഡ് ഉള്ളവരൊക്കെ
ഒട്ടി അനുഭവിക്കാത്തവരാണെന്ന് പറയാൻ പറ്റില്ല. ഫുഡ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ ഷെൽട്ടർ ഉണ്ടാവണമെന്നില്ല. ഫുഡും ഷെൽട്ടർ ഉണ്ടാകുമ്പോൾ മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ വാട്ടർ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല, പ്യൂർ വാട്ടർ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ബേസിക് നീഡ്സിൽ ഏതെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് അവരെ ദരിദ്രരായിട്ട് കണക്കാക്കാം. സ്റ്റാർവേഷനും ഹങ്കറുമാണ് ഒരു പുവറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പോവേർട്ടി അനുഭവിക്കുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം ഹങ്കറും സ്റ്റാർവേഷനും അല്ലെ ദാഹവും വിശപ്പും ഒക്കെ കഠിനമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അതിദരിദ്രരായിട്ട് തന്നെ കണക്കാക്കാം. അതിന്റെ അപ്പുറത്തേക്ക് ലാക്ക് ബേസിക് ലിറ്ററസി ആൻഡ് സ്കിൽസ്, ഒരു എന്താണ് സാക്ഷരത അല്ലെ, എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ഒരാളെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? യെസ്, ദരിദ്രരായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. പ്യുവർ പീപ്പിൾ ഓൾസോ ഫേസ് അൺസ്റ്റേബിൾ എംപ്ലോയ്മെന്റ്. അവർക്ക് എംപ്ലോയ്മെന്റും സ്റ്റേബിൾ ആയിട്ട് എംപ്ലോയ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഇന്ന് പണിയുണ്ടായി, ഇന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു, ഒരുപക്ഷെ നാളെ പണി ഉണ്ടാവണമെന്നില്ല. അത്തരം അവസ്ഥയും ദരിദ്രത്തിന്റെ ഒരു ഫീച്ചർ ആയിട്ട് തന്നെ കണക്കാക്കാം. അതേപോലെ തന്നെ അവര് അനുഭവിക്കുന്ന അനോദർ വൺ ആണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, പോഷകാഹാരക്കുറവ്. അവർ കഴിക്കുന്നുണ്ടാവും, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ടാവും, പക്ഷെ അത് അവർക്ക് അവരുടെ കലോറിക്ക് ആവശ്യമായ, അവരുടെ ശരീരത്തിന് ആവശ്യമായ കലോറി അതിന് കിട്ടാനുള്ള ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഹെൽത്തിന്, ഡിസബിലിറ്റീസിനെയും സീരിയസ് ഇൽനെസ്സിനെയും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ട് അവർ മെന്റലി ആൻഡ് ഫിസിക്കലി വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രീം പോവേർട്ടിയെ നമുക്ക് പോവേർട്ടി ഈസ് ഹങ്കർ എന്ന് വിളിക്കാം. പോവേർട്ടി ഒരു ഹങ്കർ ആണ് എന്ന് നമുക്ക് സിംപ്ലി പറയാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ലിറ്ററസി ഇല്ലാത്ത ആളുകളെയും, എലമെന്ററി എഡ്യൂക്കേഷൻ കിട്ടാത്ത ആളുകളെ, മെഡിക്കൽ കെയർ കിട്ടാത്ത ആളുകളെയൊക്കെ എന്തായിട്ട് കണക്കാക്കാം? പുവർ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ഹങ്കർ അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് അവർ സിക്കാകും. ആ സിക്കായാൽ അവർക്ക് ഡോക്ടറെ കാണാനുള്ള ക്യാഷ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെ അവര് സ്കൂളിൽ പോകാനുള്ള ക്യാഷ് ഉണ്ടാവില്ല. അങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അവരുടെ ദാരിദ്ര്യം കൂടിക്കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ജോബ് ഉണ്ടാവണമെന്നില്ല, അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് പേടിയായിരിക്കും, അവർക്ക് ഫുഡ് കിട്ടുമോ, ഇന്ന് ഫുഡ് കിട്ടി നാളെ കിട്ടുമോ എന്നുള്ളൊക്കെ ടെൻഷൻ ആയിരിക്കാം അവരുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു സെനാരിയയിൽ നോക്കുമ്പോൾ ഇത്രത്തോളം ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ആങ്കർ നമ്മുടെ നാട്ടുകളിൽ അധികമില്ല. പക്ഷെ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പോവേർട്ടി ആൻഡ് ഇറ്റ്സ് മേജർ റീസൺസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോവേർട്ടിയെ കുറിച്ചൊരു ആദ്യം ഹെഡിങ് കൊടുക്കുക, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ കോസസ് ഓഫ് പോവേർട്ടിയിലേക്ക് പോകാം. എന്താണ് പോവേർട്ടി, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നീട് സബ് ഹെഡിങ് ആയിട്ട് കോസസ് ഓഫ് പോവേർട്ടി എന്നുള്ളത് കൊടുക്കും. ഒരു മെയിൻ ഹെഡിങ് ഉണ്ടായിരിക്കണം ആദ്യം, എന്നിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പാരഗ്രാഫായിട്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് ഹെഡിങ് എഴുതിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ ചെയ്യണം. പോവേർട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ ആദ്യം ഒരു ഇൻട്രോ കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് വരണം. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ, പോവർട്ടിയുടെ റീസൺസ്. അപ്പൊ നിങ്ങൾ കോസസ് ഓഫ് പോവർട്ടി എന്ന് ഹെഡിങ് എഴുതിയിട്ട് ദർ ആർ മെനി റീസൺസ് ഫോർ പോവർട്ടി. ആ പോവർട്ടിന് നിങ്ങൾ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ആദ്യം നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പെടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ആദ്യം ഇങ്ങനെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. സോഷ്യൽ ഇനീക്വാളിറ്റി, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റി അല്ലെ, ഇനീക്വാളിറ്റി പ്രധാനപ്പെട്ട കാരണമാണ്. ആ ഇനീക്വാളിറ്റി സോഷ്യൽ ഇനീക്വാളിറ്റി ആവാം, എക്കണോമിക് ഇനീക്വാളിറ്റി ആവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റി ആവാം. ദെൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, അതായത് നമുക്കിപ്പം താഴ്ന്ന ജാതിക്കാർ, അത്തരത്തില് പലരെയും നമ്മളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അതൊരു റീസൺ. പൊതുവെ അവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവരുടെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വന്നിട്ട് അവർക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാതെ അങ്ങനെ ദരിദ്രമായി തീരുക, അതൊരു കാരണമാണ്. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്ത അവസ്ഥ, ഒബ്വിയസ്ലി പോവർട്ടിക്ക് ഡയറക്റ്റ് കോസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്. ദെൻ ഇൻഡെപ്റ്റഡ്നെസ് ആവാം, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആവാം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺസ്. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ പോയിന്റ് ആയിട്ട് കൊടുത്തു, എന്നിട്ട് അതിനെ ഓരോന്നിനെയും എടുത്തിട്ട് എന്ത് ചെയ്യാം, വിശദീകരിക്കണം കേട്ടോ. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റി. എന്താണ് ഇനീക്വാളിറ്റി? അതായത് അസന്തുലിതാവസ്ഥ അല്ലെ. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തുല്യമല്ലാത്ത ആ ഒരു അവസ്ഥ. അത്
സോഷ്യലി ആവാം, ഇക്കണോമിക്കലി ആവാം, പൊളിറ്റിക്കലി ആവാം. എന്താ സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറൻസസ് ഇൻ സ്റ്റേറ്റസ് ആണ് അല്ലെ. നമ്മളുടെ സമൂഹത്തിലേക്കൊക്കെ ഇന്നും നോക്കുമ്പോൾ കാസ്റ്റ് പരമായിട്ടുള്ള വിവേചനങ്ങൾ, വർണ്ണപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ, തൊഴിൽപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ ഇന്നും ഏറിയും കുറഞ്ഞും ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഒക്കെ സമൂഹത്തിലും ഉണ്ട്. ഇപ്പൊ സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റസിന്റെ പ്രശ്നമാവാം. ഇപ്പം ജെൻഡറിന്റെ കാസ്റ്റിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ മുതിർന്ന ജാതിക്കാരുണ്ട്, താഴ്ന്ന ജാതിക്കാരുണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള ഇനീക്വാളിറ്റി. ദെൻ റൈസിന്റെ കാര്യത്തിൽ, ജെൻഡറിന്റെ കാര്യത്തിൽ എപ്പോഴും മെയിൽ ഷോവനിസം അല്ലെങ്കിൽ മെയിൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയാസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഇത്തരത്തിലുള്ള പല ഡിസ്ക്രിമിനേഷൻസ് സോഷ്യൽ ഇനീക്വാളിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ദെൻ ഇക്കണോമിക് ഇനീക്വാളിറ്റി ആണ്. അതായത് ഇൻകത്തിൽ വരുന്ന ഇനീക്വാളിറ്റീസ് ഉണ്ട് അല്ലെ. ഡിസ്പാരിറ്റീസ് ഇൻ ഇൻകം ഉണ്ട്, വെൽത്ത് ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇത്തരം ഇനീക്വാളിറ്റീസ് ഒക്കെ എന്താണ് എക്കണോമിക് ഇനീക്വാളിറ്റി ആയിട്ട് കണക്കാക്കാം. ദെൻ പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റി ഉണ്ട്. അതായത് അൺഈക്വൽ ആക്സസ് ടു പവർ, റെപ്രസെന്റേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ വരാം അല്ലെ. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ഇപ്പൊ വിമണ് അല്ലെങ്കിൽ SC ST പോലുള്ള കാറ്റഗറീസ്, ഇവിടെയൊക്കെ അവർക്കൊക്കെ പൊളിറ്റിക്കലി ഉയർന്നു വരാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. റിസർവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടി എത്രത്തോളം അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി എന്നുള്ളത് അറിയില്ല. ഇപ്പോഴും ഒരു മേജർ ആളുകൾ ആ ഒരു ലീഡർഷിപ്പിലേക്കും കാര്യത്തിലേക്കൊക്കെ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇനീക്വാളിറ്റിക്ക് കാരണമായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ ആൻസർ പറയാ എന്നുള്ളതിനേക്കാൾ ഉപരി ആൻസർ എഴുതുന്ന രീതിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് റീസൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. അതായത് പ്രോസസ് ആൻഡ് സ്റ്റേറ്റ് വേർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഡിനൈഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ, സിസ്റ്റം ബാരിയേഴ്സ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യപ്പെടും, പലരും മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പലരെയും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷനെയാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കൾച്ചറൽ പരമായിട്ടാവാം, ഐസൊലേറ്റ് ചെയ്യപ്പെടാം, ഇൻഇക്വാളിറ്റി കൊണ്ട്, പുവർ ഹെൽത്ത് കൊണ്ട്, ഇങ്ങനെ പലരെയും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻക്ലൂഷൻ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോവേർട്ടിയെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ദെൻ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്ത അവസ്ഥ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. ദെൻ ഇൻഡപ്റ്റഡ്നെസ് എന്ന് പറയുന്നത് ബോത്ത് എ കോസ് ആൻഡ് എ കോൺസിക്വൻസ് ഓഫ് പോവേർട്ടി ആണ്. അതായത് ട്രാപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഇൻ എ സൈക്കിൾ വേർ എ ലാക്ക് ഓഫ് റിസോഴ്സസ് ഫോഴ്സസ് ദം ടു ബോറോ മണി ടു കവർ ബേസിക് എക്സ്പെൻസസ്. നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ത് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് മണി ലെൻഡേഴ്സ് ഉണ്ടാവും അല്ലെ, ഹുണ്ടികക്കാർ എന്നൊക്കെ നമ്മൾ പറയും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടും, അവർ ഇതിന് ഒരു 1000 രൂപ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടവ് ചിലപ്പോൾ ഒരു പക്ഷെ 3000 4000, അതായത് 200-400% കൂടുതൽ തിരിച്ചടവ് വരും. അത്തരത്തിലൊരു ഇൻഡപ്റ്റഡ്നെസ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വീണ്ടും വീണ്ടും കടത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ദെൻ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഇപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, രാജ്യത്തിലെ ഹയസ്റ്റ് ആയിട്ടുള്ള 5% അടുത്താണ് 50% ഇൻകവും വരുമാനവും ഇപ്പോഴും നിൽക്കുന്നത് ആരുടെ അടുത്താണ്, ഒരു 100% മുകളിൽ ഒരു 5% ആളുകളുടെ അടുത്താണ് രാജ്യത്തിന്റെ 50% വെൽത്തും കയ്യിലുള്ളത്. അതെന്താണ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു എന്താണ്, സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും അല്ലെങ്കിൽ റിച്ച് ആയവരിൽ നിന്നും പുവറിലേക്കുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ നടക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് അത്രയും മതി. ഇതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് ഇതിലേക്ക് പോകണ്ട. അത്രയും പോയിന്റ്സിന് ഇപ്പം 5 പോയിന്റ്സ് അല്ല, ഈ 5 പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞിട്ടുള്ള 5 മാർക്ക് കിട്ടും. ഈ റീസൺസ് എഴുതിയാൽ 5 മാർക്കാണ്. അപ്പൊ എന്ത് ചെയ്യുക, 5 റീസൺസ് കൊടുത്തിട്ട് 5 റീസണെയും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, 5 മാർക്ക് അവിടെ കിട്ടും. പിന്നെയുള്ളത് കേരളത്തിലെ ദരിദ്ര നിർമ്മാർജ്ജനത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അതിന് 3 മാർക്കാണ് ഉള്ളത്. അപ്പോൾ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് തന്നെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കേരളത്തിലെ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിനെ കുറിച്ച്, ഇപ്പൊ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ് ഉണ്ട്, കുടുംബശ്രീ മിഷൻ ഉണ്ട്, ലൈഫ് മിഷൻ ഉണ്ട്, ഇതൊക്കെ കേരളം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു ഇൻട്രോ കൊടുത്തതിന് ശേഷം അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ കുടുംബശ്രീ മിഷൻ എന്ന് പറയുമ്പോൾ വിമൺ എംപവർമെന്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ തുടങ്ങിയിട്ട് മൈക്രോ ഫിനാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വിമണിനെ എംപവർമെന്റ് ചെയ്യാൻ
വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതുക. ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീട് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലൈഫ് മിഷൻ. അതൊക്കെ പോവർട്ടി ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം NREGS ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ക്യാമ്പയിൻസ് ലൈക്ക് അവകാശം അതിവേഗം ടു എൻഷുർ ആക്സസ് ടു എസെൻഷ്യൽ എൻടൈറ്റിൽമെന്റ്സ്. ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ചെറിയൊരു കുറിപ്പ്, ചെറിയൊരു ഡീറ്റെയിൽസ് ജസ്റ്റ് ചെറുത് മതി. ഇവിടെ നോക്കൂ, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം പോവർട്ടിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴേക്കിടയിലുള്ള വൾനറബിൾ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യൂസസ് എ കൺവേർജൻസ് മോഡൽ ഇൻവോൾവിംഗ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, കുടുംബശ്രീ ആൻഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യപ്പെടുകയാണ്, ഇവർക്ക് ഫുഡ്, ഹെൽത്ത് പോലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും അത്രയും വൾനറബിൾ സിറ്റുവേഷൻ ഉള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുഡൊക്കെ കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലാണ് അല്ലെ, അവയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ കുടുംബശ്രീ മിഷൻ ഉണ്ട്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ പോവർട്ടി ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് വിമനെ എംപവർ ചെയ്യിപ്പിക്കുക. കുടുംബത്തിലുള്ള സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനായിട്ട് കഴിയുമെന്നുള്ള ആ ഒരു ഗോളോട് കൂടിയിട്ട്, ആ ഒരു എയിമോട് കൂടിയിട്ടാണ് കുടുംബശ്രീ മിഷന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കുടുംബശ്രീ മിഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ലൈഫ് മിഷൻ അപ്പൊ 3 മാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു 3 പ്രോഗ്രാംസ് പ്രൊജക്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലൈഫ് മിഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഹോം കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അവകാശം അതിവേഗം വേണ്ടി റൈറ്റ് ഫാസ്റ്റ് ക്യാമ്പയിൻ, അതെന്താണ്, ടു എൻഷുർ ദാറ്റ് ഓൾ ഐഡന്റിഫൈഡ് ഫാമിലീസ് ഹാവ് ആക്സസ് ടു എൻസൈൽ ഗവൺമെന്റ് സർവീസസ് ആൻഡ് എൻടൈറ്റിൽമെന്റ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ പെൻഷന്, ബാങ്ക് അക്കൗണ്ട് പോലുള്ള ഇത് കൊടുത്തിട്ടാണ് ഇത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ ആളുകളിലേക്ക് എത്തിച്ചിട്ടാണ് അവകാശം അതിവേഗം എന്നുള്ള ഒരു ക്യാമ്പയിന് നടത്തപ്പെടുന്നത്. ഇത്തരം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു 3 മാർക്ക് കിട്ടും. ലാസ്റ്റ് കൺക്ലൂഷനും കൂടെ കൊടുക്കണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ കൊടുത്ത പോലെ കൺക്ലൂഷൻ എന്ന് നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ടില്ലെങ്കിലും ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് കൊടുത്താൽ മതി. പോവർട്ടി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആൻഡ് പെർസിസ്റ്റന്റ് ചലഞ്ച് തന്നെയാണ്. ഫാർ റീച്ചിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കോൺസിക്വൻസസ് അതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടെ നിങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യപ്പെടും, നിങ്ങൾക്ക് 8 മാർക്ക് കറക്റ്റ് കിട്ടും. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോവർട്ടി റീസൺസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ പോവർട്ടിയുടെ റീസൺ കൊടുത്തിട്ട് അലിഗേഷൻ പ്രോഗ്രാംസ് കൊടുക്കുക. ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുക. അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് തന്നെ എക്സാം എഴുതേണ്ട രീതിയെക്കുറിച്ചും എക്സാം എഴുതേണ്ട പോയിന്റ്സിനെ കുറിച്ചൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സിയാൻ ഇംപ്രൂവ്മെന്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ ലേണിംഗ്.